മിസ്റ്റർ പാർക്കിനെതിരെ കേസ് കൊടുക്കുന്ന മിരയെയും മിരയെ കാണാനായി സോളിലേക്ക് തിരിക്കുന്ന ഫാം ഓണറിനെയും അമ്മൂമ്മയ്ക്കെതിരെ പടനീക്കം തുടങ്ങുന്ന സീനിയർ വക്കീലിനെയും കണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ നമുക്ക് 10ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. ലൂണ ടോക്സിലൂടെ പിറ്റേന്ന് ജോലിക്ക് പോകാനിറങ്ങിയ മിരയോട് മിജി താൻ അവൾക്ക് പകരം പോകട്ടെ എന്ന് ചോദിക്കുന്നു. ഓഫീസിൽ വീണ്ടും റൂമേഴ്സ് പടർന്നതാണ് മിറേ. ചിലപ്പോൾ അയാൾ നിന്നെയും കാത്ത് വഴി നിൽപ്പുണ്ടെങ്കിലോ? അയാൾക്കതിന് സമയം കാണില്ല. മുഖരക്ഷിക്കാൻ കള്ളക്കഥകൾ പറഞ്ഞു വരത്തണ്ടേ? അത് സത്യമായിരുന്നു. ഓഫീസിൽ ബാക്കിയുള്ളവരോട് മിര സ്ഥലം മാറ്റം തടയാനാണ് വീണ്ടും തനിക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന് പറയുകയായിരുന്നു അയാൾ. എന്നാലും അതിന് സാറെന്തിനാ ടീം മാറിപ്പോകുന്നത്? റൂൾസ് ആണല്ലോ. അവൾ പരാതി കൊടുത്തുകൊണ്ട് സ്ഥലം മാറ്റം ചെയ്യാനോ ടീമിൽ നിന്ന് ഒഴിവാക്കാനോ പറ്റില്ല. ദാ വരുന്നു അവൾ. മിറയെ വന്ന് തന്റെ ബാഗ് സീറ്റിൽ വെച്ചിട്ട് അയാൾ പുച്ഛത്തോടെ നോക്കി ചിരിക്കുന്നു. ഇത് കണ്ട് ബാക്കിയുള്ളവർ ഞെട്ടിപ്പോകുന്നു. കിംടെ മിറയോട് അവന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഹോസുവിനെ കാണാനായി അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നതായിരുന്നു മിജി. അവന്റെ പരിഭവം മാറ്റാൻ അവൻ ഇഷ്ടമുള്ള കുറച്ച് ഫുഡും അവൾ കൊണ്ടുവന്നിരുന്നു. അവൻ അവളോട് നിയമത്തിന്റെ മാർഗത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും ആരെയും തല്ലാനൊന്നും പോകരുതെന്നും പറയുന്നു. അവളും അതിന് സമ്മതിക്കുന്നു. നീ എന്ത് തിരികെ വന്നേ? അമ്മ പറഞ്ഞു പൊക്കോളാൻ. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിലും അമ്മയുടെ അനുവാദം കിട്ടിയപ്പോൾ എന്തോ വലിയ ഭാരം ഒഴിഞ്ഞ പോലെ തോന്നുക. സന്തോഷത്തോടെ അവരെ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ച് പണം നൽകി ഇറങ്ങാനിറങ്ങിയ ഒരാളുടെ അമ്മൂമ്മ അന്നത്തെ പത്രം കാണിച്ചിട്ട് തന്റെ കണ്ണാടി എടുക്കാൻ മറന്നെന്നും ആ ന്യൂസ് ഒന്ന് വായിച്ചു തരാമോ എന്നും ചോദിക്കുന്നു. ആ ന്യൂസിനോടൊപ്പം ഉണ്ടായിരുന്ന കവിതാ പുസ്തകത്തിന്റെ പടം കണ്ടിട്ടാണ് അവരങ്ങനെ ചോദിച്ചത്. പ്രശസ്തയായ കവി കിം റോസിയുടെ പേരിൽ അവരുടെ കൂടെ കുഞ്ഞുനാളിൽ അനാഥാലയത്തിലുണ്ടായിരുന്ന സ്ത്രീയുടെ തട്ടിപ്പ്. സ്വയം താനാണ് കിം റോസ എന്ന് പറയുന്ന ഇവർ കവിയുടെ പേരിലുള്ള സ്ഥാപക ജംഗമ മതി. അമ്മൂമ്മ പത്രം പിടിച്ചു വാങ്ങുന്നു. താൻ ഈ പടച്ചുവിട്ട ന്യൂസൊക്കെ സത്യമാണോ? തെളിവുകളുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്തേ. പിന്നെ അവരെ കട വിൽക്കില്ല എന്ന് മാർഗവും സ്വീകരിക്കാൻ നിങ്ങളല്ലേ അനുവാദം തന്നത്? യഥാർത്ഥ കിം റോസ മരണപ്പെട്ടുവെന്നും അവരുടെ പേരിൽ ആ റെസ്റ്റോറൻറ്റ് മാത്രമല്ല വേറെയും കുറച്ച് സ്വത്തുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. കിം റോസയുടെ മകൻ മെന്റലി സ്റ്റേബിൾ അല്ല. സത്യം തെളിഞ്ഞാൽ സ്വത്തല്ല മകന്റെ പേരിൽ വന്നാലും അവന്റെ ഗോഡിയനെ അതിന് കൈമാറ്റം ചെയ്യാൻ പറ്റൂ. മകന്റെ അങ്കിൾ അവന്റെ ഗോഡിയനാകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ ആ റെസ്റ്റോറൻറ്റ് അയാൾ നിങ്ങൾക്ക് വിൽക്കാം. ഇന്ന് ചാനലിൽ ന്യൂസ് ആയത് വരും. അപ്പോൾ ഒഫീഷ്യലി അന്വേഷണം വരികയും കാര്യങ്ങൾ ഫാസ്റ്റ് നടക്കുകയും ചെയ്യും. ഡയറക്ടർ ചിരിക്കുന്നു. ഡിന്നർ കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് ചെന്നതാണ് ഹോസുവും മിജിയും. മിജി അവിടെ ഒരു ജോലിക്കായി നോക്കാൻ തീരുമാനിച്ചിരുന്നു. നിനക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഓടാൻ കഴിയാതായതോടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ലാണ്ടായി. അല്ല, നീ എന്താ ലോയർ ആകാമെന്ന് കരുതിയേ? ഇന്റർവ്യൂവിന് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പം ഞാൻ സ്പെഷ്യൽ ജസ്റ്റിസിന് വേണ്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നല്ലൊരു വാല്യൂ ഉള്ള ജോലിയല്ലേ, അതാ. നിനക്കപ്പോൾ ഈ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? മീൻസ് വേറെ ഏത് ജോലി ചെയ്യാനാകും നിനക്കിഷ്ടം? അതേക്കുറിച്ച് ടഫ് ക്വസ്റ്റ്യനാ. സാരയില്ല, നമുക്ക് ഒരുമിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ആ റെസ്റ്റോറൻറ്റിലെ ടിവിയിൽ സീനിയർ വക്കീൽ പറഞ്ഞ ന്യൂസ് ഓടുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കട തുറക്കാനെത്തിയ അമ്മൂമ്മ കാണുന്നത് ആരോ ജനലിന്റെ ചില്ല എറിഞ്ഞുടച്ചതാണ്. പെട്ടെന്ന് അവർക്കൊരു കോൾ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോദ്യം ചെയ്യാൻ വരാൻ പറഞ്ഞുകൊണ്ടുള്ള കോളായിരുന്നു അത്. പേടിച്ച് കോൾ കട്ട് ചെയ്ത് ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു അമ്മൂമ്മ. രാവിലെ തന്നെ ലൈബ്രറിയിൽ കരിയർ ഗൈഡൻസ് ബുക്കുകളുടെ കൂമ്പാരത്തിന് മുന്നിൽ അന്തിച്ചിരിക്കുകയായിരുന്നു മിജി. ഹോസ് കാണാതെ ജോബ്സിനെ പറ്റിയുള്ള പരസ്യങ്ങൾ അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൈയോടെ അത് പിടിക്കുന്നു. ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഹോസു. കുട്ടികൾക്കുള്ളതായത്. പത്രത്തിൽ മാത്രം നോക്കാതെ ഫോണിൽ നോക്കിയാലും ജോലി കിട്ടുമെന്നും പറഞ്ഞ് ഹോസു ഫോൺ എടുത്തപ്പോഴാണ് അമ്മൂമ്മയെക്കുറിച്ചുള്ള വാർത്ത കാണുന്നത്. അവനെ മിജി ഞെട്ടിപ്പോകുന്നു. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് പോയിട്ട് കിം റോസ. അവർക്കൊരു മോനും ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ചേട്ടത്തെ കാണാതായി. ചേട്ടൻ തപ്പി കണ്ടുപിടിച്ചപ്പോഴോ ഇപ്പോൾ ചേട്ടത്തിയുടെ പേരിൽ ജീവിക്കുന്ന ഈ സ്ത്രീ എൻ്റെ ചേട്ടനെ കൊന്നു. ഇപ്പോൾ മോനെ ഏതോ ഒരു മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലും ആക്കി ചേട്ടത്തിയുടെ ഐഡന്റിറ്റിയിൽ ജീവിക്കുക ആ സ്ത്രീ. ന്യൂസ് കണ്ടിട്ട് അവർ അമ്മൂമ്മയെ തപ്പി റെസ്റ്റോറൻറ്റിലും അവരുടെ വീട്ടിലും പോകുന്നുണ്ടെങ്കിലും അവരെ അവിടെയൊന്നും കാണുന്നില്ല. സത്യത്തിൽ വീടടച്ച് അതിനകത്ത് ഇരിക്കുകയായിരുന്നു അമ്മൂമ്മ. ഒരു പഴയ ഫോട്ടോ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇതേസമയം നമ്മുടെ മിറയോട് ലീഗൽ അഡ്വൈസർ കേസ് സെറ്റിലാകുന്നത് വരെ പെയ്ഡ് ലീവ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിലും താൻ പാറി നിന്നാൽ ശരിയാകില്ലെന്നും ഇനിയും ഒളിച്ചോടാൻ കഴിയില്ല എന്നുമായിരുന്നു അവളുടെ മറുപടി. ഇതിനോടകം തന്നെ ഓഫീസിലെ ചില ആളുകൾ ഇനി മിറ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയിക്കാതെ ഇരുന്നില്ല. തിരികെ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോഴാണ് അവൾ നട റോഡിൽ നല്ല പളപള മിന്നുന്ന മഞ്ഞ സ്പോർട്സ് കാറുമായി സൺഗ്ലാസും കളർഫുൾ ഡ്രസ്സും ഇട്ട് നിൽക്കുന്ന ഫാം ഓണറെ കണ്ടത്. അവൾ ഓടി അയാളുടെ അടുത്തേക്ക് വരുന്നു. ഈശോയുടെ നമ്പർ ചോദിച്ചാൽ അവൾ തരുമായിരുന്നില്ലേ? അത് ഞാൻ കരുതി ഇങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയാൽ അടിപൊളിയായിരിക്കുമെന്ന്. 2 ദിവസമായി ഇതേ സ്ഥലത്ത് തന്നെയും കാത്തു നിന്നിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ. അപ്പം കരുതി എന്നെ കണ്ടെത്താൻ എനിക്ക് എളുപ്പമാക്കി തരാമെന്ന്. അതിനാണോ ഈ കാറൊക്കെ വാങ്ങിയേ? അതെ. നാളെ അവധി ആയതുകൊണ്ട് തൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ വരാമോ എന്ന് അയാൾ ചോദിക്കുന്നു. ഞാനെന്ത് പറയാമെന്നും പറഞ്ഞിട്ട് പറയാതെ പോയില്ലേ? പിന്നെ ആ ട്രക്കിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വരുന്ന വഴിക്ക് 3 വട്ടമാണ് ഞാൻ ആക്സിഡന്റ് പറ്റാതെ രക്ഷപ്പെട്ടത്. ഈ കാറും കൊണ്ട് വരാതിരുന്നാൽ ഞാൻ നാളെ വരാം. ഓ, ഈ കാർ ഇത്ര പ്രശ്നമാവുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ 2 പേരും ഔട്ടിങ്ങിന് ഇറങ്ങുന്നു.
ആദ്യം അവൻ അവളെ കൊണ്ടുപോകുന്നത് ഒരു ഫ്ലവർ ഷോപ്പിലാണ്. ഇവിടുത്തെ ഓണറിന് ഫാം ഓണറിനെ അറിയാമായിരുന്നു. പിന്നീട് പോയ ഐസ്ക്രീം ഷോപ്പിലെയും റെസ്റ്റോറൻറ്റിലെയും ബിയർ കോർട്ടിലെയും സ്ഥിതിയും ഇത് തന്നെയായിരുന്നു. ഇവിടുത്തെ ഓണേഴ്സിനെ എല്ലാം അറിയാമല്ലേ? അങ്ങനെയല്ല, എൻ്റെ ഫ്രണ്ട്സ് ഓണേഴ്സ് ആയത്. ഇവരെല്ലാം സാധാ ഓഫീസ് വർക്കേഴ്സ് ആയിരുന്നു. ഇപ്പോൾ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. അത് കൊള്ളാം. അതത്ര എളുപ്പമല്ല. ആ ഐസ്ക്രീം ഷോപ്പ് ഓണറിൻ്റെ ആദ്യത്തെ കട പൂട്ടിപ്പോയതാ. വീണ്ടും രണ്ടാമത് തുടങ്ങി. ഇവരെല്ലാവരും ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങിയത്. വീണ്ടും റോക്ക് ബോട്ടം പോയാലും തിരിച്ചെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയില്ല ഇവർ മുന്നോട്ട് പോകുന്നേ. മീര ചിരിക്കുന്നു. അച്ഛമ്മ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് കെയർ ഹോമിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് അവർക്കുള്ള ഫുഡുമായി വന്നതായിരുന്നു അമ്മ. എന്നാൽ അവിടെ ഹോസുവിന്റെ അമ്മ അച്ഛമ്മയ്ക്ക് ഫുഡും കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് കെയർ ഹോമിൽ നിന്ന് കോൾ വന്നപ്പോൾ ഹോസുവിന്റെ അമ്മയും മിജിയുടെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. മകളെ കണ്ടതും അച്ഛമ്മ ദേഷ്യമെല്ലാം മാറിയോ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ ഇവിടെ വരെ വന്ന് എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ മെനക്കിടുന്നേ? വയസ്സായവർ കുഞ്ഞുങ്ങളെ പോലെയാ. നിന്റെ സ്നേഹവും കരുതലും അമ്മ ആഗ്രഹിക്കുന്നുണ്ടാകും. എൻ്റെ പിള്ളേർക്ക് പോലും ഞാൻ വാരി കൊടുത്തിട്ടില്ല. ഞാൻ കുഞ്ഞുകുട്ടികളെ വളർത്തിയിട്ട് കൂടിയില്ല. പിന്നെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കും ചെയ്യാം. നീ ഇനിയും താമസിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ടമ്മ കരഞ്ഞു പോകുന്നു. ഹോസുവിന്റെ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നു. ഹോസുവിന്റെ ഫ്ലാറ്റിലേക്ക് ചാടി കയറി വന്ന മിജി തൻ അമ്മൂമ്മയുടെ കടയിലെ വേസ്റ്റ് ബിന്നിൽ നോക്കിയപ്പോൾ ഒരു ലെക്ചർ കണ്ടെന്നും അതൊരു വക്കീൽ നോട്ടീസ് ആണെന്നും പറയുന്നു. മിജി, ഇത് നിയമലംഘന. പിന്നെ നിയമലംഘന. നിയമത്തിന് അറിയാവോ അമ്മൂമ്മയ്ക്ക് വായിക്കാൻ അറിയില്ല എന്ന്? ഞാൻ ഈ ലെറ്റർ വായിക്കാൻ പോവാ. നിനക്ക് കേൾക്കണമെങ്കിൽ നീ ചെവി അടച്ചു വെച്ചിരുന്നോ? ആ കത്തിൽ ചോദ്യം ചെയ്യലിനെ ഹാജരാക്കണമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. കത്തയച്ച വക്കീലിന്റെ പേര് കണ്ടതും ഹോസുവിന് അയാൾ സീനിയർ വക്കീലിന്റെ സുഹൃത്താണെന്ന കാര്യം മനസ്സിലാകുന്നു. സീനിയർ വക്കീലാണെന്നതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ അവൻ അയാളുടെ ഓഫീസിലേക്ക് ചെന്ന് കാര്യം അന്വേഷിക്കുന്നു. ഞാൻ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പിന്നെ നിന്റെ ക്ലയന്റിന്റെ പേര് കിം റോസെ എന്നല്ല, ഹാങ് സാങ്വോൾ എന്നാണ്. പെട്ടെന്ന് ഹോസുവിന് ചെവിയിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. എന്താ ഹോസു? താൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നിറങ്ങി മിജിയെ വിളിച്ച് കാര്യം പറയുന്നു. ആ റെസ്റ്റോറന്റിന് വേണ്ടി അവരത് ചെയ്യുന്നേ. ഓണർ മാറിയാൽ അവർക്ക് വാങ്ങിക്കാൻ എളുപ്പമാവും. പിന്നെ ആ അമ്മൂമ്മയുടെ മകന്റെ ഗോർഡിയൻഷിപ്പ് മാറും. അമ്മൂമ്മയെ വിളിച്ചുകൊണ്ട് അവരുടെ വീടിന് പുറത്തുനിന്ന് മിജിക്ക് അപ്പോഴാണ് ബൾബ് കത്തിയത്. അമ്മൂമ്മ എവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഹോസ്പിറ്റലിൽ മുൻകൂറായി പണമടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അമ്മൂമ്മ. എന്നാൽ റിസപ്ഷനിസ്റ്റ് അതിന് കഴിയില്ല എന്നും തങ്ങളുടെ പോളിസിക്ക് അത് എതിരാണെന്നും പറയുന്നു. ഇപ്പൊ തന്നെ വേറൊരാൾ വന്ന് അയാളെ പേഷ്യന്റിന്റെ ഗോർഡിയൻ എന്ന് പറഞ്ഞു. ഇതിപ്പോ ആരും അറിയില്ലെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ഇത്രയും നാൾ ഇവിടെ വന്നെല്ലാം ചെയ്തത് ഈ അമ്മൂമ്മയല്ലേ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? മിജി അവിടെ എത്തിയിരുന്നു. അവൾ അവരുമായി തർക്കിക്കുന്നു. പുറത്തേക്കിറങ്ങിയ അമ്മൂമ്മയുടെ പിറകെ ചെന്ന് എന്താണ് അവരോട് പ്രതികരിക്കാതെ ഇരുന്നതെന്ന് മറ്റും ചോദിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ഒരു അനാഥയോട് ഇതിൽ കൂടുതൽ എത്ര ബഹുമാനത്തോടെ അവർക്ക് സംസാരിക്കാൻ പറ്റും? ആരെയും അപമാനിക്കാനുള്ള അവകാശം എന്ത് കാര്യം കൊണ്ടാണെങ്കിലും മറ്റൊരാൾക്കില്ല. ഞാൻ സഹായിക്കാം അമ്മൂമ്മേ, പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കുക. അവൾ അവരുടെ കയ്യിൽ പിടിക്കുന്നു. പ്രതീക്ഷയോടെ അമ്മൂമ്മ അവളെ നോക്കുന്നു. ഞാനിതുവരെ ഒബ്സർവേറ്ററിയിൽ വന്നിട്ടില്ല. ഞാൻ സ്റ്റാർ ഗേസിംഗ് കൂടി നടത്തിയിട്ട് തിരികെ പോകാമെന്ന് കരുതി. അല്ല, താനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറയാഞ്ഞത്? ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. താൻ അമേരിക്കയിൽ പോവല്ലേ? അത് ഞാനിതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. എൻ്റെ ബിസിനസ് പാർട്ട്ണറായി തന്നോട് ഡിസ്കസ് ചെയ്യാതെ എങ്ങനെയാ? ഓക്കെ, അപ്പൊ പറ, എന്താ ഡിസൈഡ് ചെയ്തേ? അമേരിക്കയിൽ പോകുന്നതാ നല്ലതെന്ന് തോന്നുന്നു. ഒന്ന് ചിരിച്ചിട്ടവൾ അത് നല്ല തീരുമാനമാണെന്ന് പറയുന്നു. താൻ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു? എനിക്കിപ്പോ ഒരു ലക്ഷ്യം നേടാനുണ്ട്. അത് കഴിഞ്ഞ് ആലോചിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. ആ ലക്ഷ്യം നേടിയിട്ട് എന്റെ കൂടെ വരുന്നോ? അതിന് താൻ അമേരിക്കയിലോട്ട് പോയല്ലേ? അമേരിക്കയിലോട്ട് വരുന്നോന്നാ ഞാൻ ചോദിക്കുന്നത്. ഞെട്ടലോടെ അവൾ അയാളെ നോക്കുന്നു. അമ്മൂമ്മയ്ക്ക് അവരെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ കാണിച്ചു കൊടുത്തിട്ട് ഹോസു അവരുടെ ഭാഗം എന്താണെന്ന് അറിഞ്ഞാലേ തങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. മടിച്ചു നിന്ന് അമ്മൂമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് മിജി ധൈര്യം കൊടുക്കുന്നു. അങ്ങനെ അമ്മൂമ്മ അത്രയും നാളും ആരോടും പറയാതിരുന്ന ആ കഥ പറഞ്ഞു തുടങ്ങുന്നു. ഞാനും റോസയും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അവരൊരു ജീനിയസും. ഞാനോ പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് വായിക്കാൻ പോലും കഴിയാത്തവളും. കുറച്ച് വലുതായപ്പോഴേക്ക് സ്കൂളിൽ പോകുന്നത് നിർത്തി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. വായിക്കാനോ എഴുതാനോ അറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടലുകളും കുറ്റപ്പെടുത്തലുകളും ഞാൻ കേട്ടു. അവിടേക്ക് എന്റെ രക്ഷയ്ക്കെത്തിയത് റോസയായിരുന്നു. ഓർഫനേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. നല്ല കാലമായിരുന്നു അത്. എന്നാൽ പുതിയ പുതിയ ആളുകൾ അവിടേക്ക് സന്ദർശകരായി വന്നതോടെ എനിക്ക് ഞാൻ സ്വയം ഒരു അധികപ്പറ്റായി തോന്നി തുടങ്ങി. അവരവരുടെ കവിതകളെ പറ്റിയും അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയുമൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റോസ പറഞ്ഞതാ പോകരുതെന്ന്, പക്ഷെ ഞാൻ കേട്ടില്ല. എവിടേക്കോ അലഞ്ഞ അവസാനം ഒരു റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറി. അവിടെ നിന്നാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഒരു ദിവസം റോസയെ വിളിച്ചപ്പോൾ വേറെ ഒരാളെ എടുത്തത്. അയാൾ പറഞ്ഞു അവൾ കല്യാണം കഴിച്ച് വീട് മാറിപ്പോയെന്ന്. കുറച്ച് വർഷം കഴിഞ്ഞ് സോളിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോഴാണ് അവിചാരിതമായ റോസയെ ഞാൻ വീണ്ടും കണ്ടത്. എന്നാൽ അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവളുടെ ഭർത്താവ് അവളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു. അവൾ ഗർഭിണിയായിരുന്നപ്പോൾ പോലും ബുദ്ധിക്കുറവുള്ള തന്റെ കുഞ്ഞിന് ആ അവസ്ഥ വന്നത് താൻ കാരണമാണെന്ന് പറഞ്ഞവൾ മരിക്കും വരെ സ്വയം പഠിച്ചിരുന്നു. പോലീസിനോട് പറഞ്ഞില്ലേ എന്നിട്ട്? അന്നൊക്കെ ഇതും പറഞ്ഞ് അവിടേക്ക് ചെന്നാൽ ഭർത്താവിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞ് തിരിച്ചു വിടും. അവളെയും കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. കുറച്ചുനാൾ സമാധാനത്തോടെ ഞങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഒരു ദിവസം അവളുടെ ഭർത്താവ് അവളെ തേടി ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. ഞാൻ ജോലി കഴിഞ്ഞ് വന്നതും കാണുന്നത് അയാൾ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നതാ.
ഞാൻ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും അയാൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. റോസ അവിടെ നിന്ന് തീപ്പുപെട്ടി എടുത്ത് അയാളെ തലക്കടിച്ചു. അങ്ങനെയാണ് അയാൾ മരിക്കുന്നത്. പക്ഷെ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തു. അവളതിന് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് മോനെ വളർത്തേണ്ടത് അവളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ അനുനയിപ്പിച്ചു. ഞാൻ ജയിലിലായിരുന്ന സമയം അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. വയ്യാത്ത കുഞ്ഞിനെ നോക്കാൻ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ തയ്യാറായില്ല. അവർക്ക് അവളും കുഞ്ഞും ഒരു ഭാരമായിരുന്നു. ഞാൻ ജയിലിൽ നിന്നിറങ്ങി കഴിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് ജോലി നോക്കിയെങ്കിലും ഒരു കൊലപാതകയ്ക്ക് ജോലി കൊടുക്കാൻ ആരും തയ്യാറായില്ല. റോസ തന്നെ അപ്പു എന്നോട് പറഞ്ഞത് അവളുടെ പേര് വെച്ച് ഞാൻ ജോലി നോക്കാൻ. അങ്ങനെ അന്ന് മുതൽ ഞാൻ എല്ലാ സ്ഥലത്തും അവളുടെ പേര് കൊടുത്ത്, ജോലി സ്ഥലത്തും ബാങ്കിലും അങ്ങനെ എല്ലായിടത്തും. കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് ഞങ്ങളൊരു 2 നില വീട് വാങ്ങി. താഴെ റെസ്റ്റോറൻറ്റ്, മുകളിൽ താമസവും തുടങ്ങി. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞതും റോസിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. ഒരുപാട് വൈകിയത് കൊണ്ട് ചികിത്സിച്ചിട്ടും കാര്യമില്ലായിരുന്നു. ഒരു ദിവസം വൈകി വീട്ടിൽ വന്ന അവള് മോനെ കെയർ ഹോമിലാക്കിയെന്നും പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സ് എൻ്റെ നേരെ നീട്ടി. ഇത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, നിന്റെ പേരിലുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്. എന്താ റോസ ഇത്? നീ എൻ്റെ പേരിൽ ഇനി ജീവിക്കണം. കാരണം ഞാൻ മരിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളാകും എൻ്റെ മോൻ്റെ ലീഗൽ ഗാർഡിയൻസ്. അവർക്ക് പണവും സ്വത്തും അല്ലാതെ മറ്റൊന്നും വേണ്ട. എൻ്റെ മോൻ്റെ കാര്യം കഷ്ടമാകും. എനിക്ക് വേണ്ടി നീ എൻ്റെ പേരിൽ ജീവിക്കണം. ഇതെല്ലാം കേട്ട് മിജുവിൻ്റെയും ഹോസുവിൻ്റെയും കണ്ണു നിറഞ്ഞു പോകുന്നു. എനിക്ക് വീട്ടിലെത്തി അമ്മൂമ്മ റോസ് തന്നതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഡോക്യുമെന്റ്സ് ഹോസ് നോക്കുന്നു. അതിൽ ഡെത്ത് സർട്ടിഫിക്കറ്റും പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റും കൂടാതെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ഇതാരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സാങ്വോളിന് അത്രയും മോശമായ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നായിരിക്കും. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെയായിരുന്നു ആ കത്ത് തുടങ്ങിയത്. അതിലവർ എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നു. നിയമമനുസരിച്ച് അത് കിം റോസയുടെ വില്ലായി പരിഗണിക്കാമായിരുന്നു. ഇത് മനസ്സിലാക്കി ഹോസ് പ്രോസിക്യൂട്ടറിന്റെ അടുത്ത് ചെന്ന് മറ്റൊരാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ജീവിച്ചു എന്നത് ശരിയാണെങ്കിലും ആ വില്ലനുസരിച്ച് അമ്മമ്മ കുറ്റക്കാരിയല്ല എന്ന് പറയുന്നു. കിം റോസയുടേതെന്ന പേരിലുള്ള സ്വത്തെല്ലാം യഥാർത്ഥത്തിൽ അമ്മമ്മ കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നും അങ്ങനെയുള്ള പൈസയും കിം റോസയുടെ കവിതാ സമാഹാരങ്ങൾ വിറ്റ് കിട്ടിയ പൈസയും ഒരിക്കലും തന്നെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കാതെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനും റോസയുടെ മകനെ ചികിത്സിക്കാൻ ഉപയോഗിച്ചതെന്നും ഹോസ് തെളിവ് സഹിതം സമർത്ഥിക്കുന്നു. തിരികെ ഇറങ്ങി നടക്കുമ്പോൾ ഹോസ് സീനിയർ വക്കീലിനെ വിളിച്ച് അയാൾക്ക് എഴുതുന്ന പോലെയൊന്നും നടക്കില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഒരു ജേർണലിസ്റ്റിനെ വിളിച്ച് തങ്ങളുടെ ഭാഗവും അവൻ വിവരിക്കുന്നു. അതേ ആളുകൾ അമ്മൂമ്മയുടെ ഭാഗത്തേക്ക് ചേരുന്നു. അവസാന ചോദ്യം ചെയ്യലിന് കയറും മുമ്പ് ഹോസുവിനും അമ്മൂമ്മയ്ക്ക് മുന്നിലേക്ക് ഓടിക്കുതിച്ച് ഒരു കൂട്ടം പേപ്പറുകളുമായി മിജി വരുന്നു. ഇത് കുറച്ച് പെറ്റീഷൻസാ. അമ്മൂമ്മ കൊടുത്തുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച കുട്ടികൾ എഴുതിയ പെറ്റീഷൻസ് ആയിരുന്നു അവ. അങ്ങനെ അവസാനം വിധി അമ്മൂമ്മയ്ക്ക് അനുകൂലമായി വരുന്നു. സന്തോഷം കൊണ്ട് മിജു താൻ രാവിലെ ഒരു സ്വപ്നം കണ്ടെന്നും അത് കണ്ടപ്പോഴേ തനിക്കിത് നല്ലൊരു ദിവസമാണെന്ന് തോന്നിയെന്നും മറ്റുമൊക്കെ പറയുന്നു. അവർക്ക് വെള്ളമെടുക്കാൻ പോയപ്പോൾ അമ്മൂമ്മ മരണക്കിടക്കയിൽ റോസ അമ്മൂമ്മയെ തേടി നല്ല ആളുകൾ വരുമെന്ന് പറഞ്ഞതോർക്കുന്നു. സന്തോഷത്തോടെ അവർ നിറഞ്ഞ കണ്ണു തുടച്ച് അവിടേക്ക് നടക്കുന്നു. മിജി പറഞ്ഞതനുസരിച്ച് സന്തോഷം ആഘോഷിക്കാൻ കേക്ക് വാങ്ങി വന്നതായിരുന്നു ഹോസു. പെട്ടെന്ന് അവന് ഫോൺ അടിക്കുന്നു. എന്നാൽ അത് എടുത്തിട്ട് അവനൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്നാണ് മിജി വന്ന് അവനോട് എന്തൊക്കെയോ പറയുന്നത്. അതും അവന് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ കോൾ എടുത്തിട്ട് വരാം. കേക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ തിരിഞ്ഞു നടക്കുന്നു. അവന്റെ കണ്ണുകൾ സങ്കടത്താൽ നിറഞ്ഞിരുന്നു.